ഹലോ ഗെയ്സ്, ഇത് രാത്രിയിൽ അത്താഴം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ചില ദിവസം എങ്ങനെയാ ഈ വൈകിട്ടാണ് ഞാൻ ഫുഡൊക്കെ വെക്കുന്നത്. കാരണം എന്താണെന്നോ, ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കുറവായിരുന്നു. എന്നോട് അച്ഛൻ പറഞ്ഞു നീ പോയി വാങ്ങിക്കടി. പിന്നെ മഴയൊക്കെ കാരണം എനിക്ക് മടി കാരണം ഞാൻ പോയില്ല. പിന്നെ എൻ്റെ കെട്ടിയോ വരുന്നിടം വരെ ഞാൻ വെയിറ്റ് ചെയ്ത് വന്നിട്ടാണ് പുള്ളി സാധനമൊക്കെ കൊണ്ടുവന്നത്. ഇതാണ് ഗെയ്സ് അത്താഴം വെക്കാൻ താമസിച്ച് പോയത്. എങ്ങനെയാണേലും ഒരു 8:30 ആയപ്പോഴേ ഫുഡെല്ലാം റെഡി ആയിരുന്നു. ഗെയ്സ് എൻ്റെ മൂക്ക് അടഞ്ഞിരിപ്പുണ്ട്, അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒരു അടഞ്ഞ പോലെ സൗണ്ട് കേൾക്കുന്നില്ലേ? എനിക്ക് ഈ മഴയും തണുപ്പൊക്കെ ആയ അപ്പം മൂക്കടയുന്നേ. ഗെയ്സ് ഞാൻ കുക്കിങ്ങിൽ അങ്ങനെ എക്സ്പേർട്ടൊന്നുമല്ല കേട്ടോ, എല്ലാം ഒരു തട്ടിക്കൂട്ട് പരിപാടി. പിന്നെ പെട്ടെന്നൊരു ബീട്രൂട്ട് എടുത്ത് ഞാൻ തോരൻ വെച്ചതേ. തേങ്ങയൊന്നും ചതച്ചിട്ടില്ല, എല്ലാം കൂടെ ഒന്ന് ഇളക്കി പുരട്ടി അങ്ങോട്ടിട്ടു, അത്രേ ഉള്ളൂ. സാധാരണ നേരത്തെയാണ് ഞാൻ ചോറ് വെക്കുന്നത്. അരിയും തീർന്നായിരുന്നു, അപ്പം അരിയൊക്കെ കൊണ്ടുവന്നിട്ട് താമസിച്ച് പോയി ചോറൊക്കെ വെക്കാനായിട്ട്. ഗൈസ്, നിങ്ങൾ ചൂടുവെള്ളത്തിലാണോ ഈ അരിയൊക്കെ കഴുകുന്നത്? മിക്കവാറും എല്ലാവരും ചൂടുവെള്ളത്തിലൊക്കെ ആയിരിക്കും കഴുകുന്നത്, എന്നാലല്ലേ അതിനകത്ത് അഴുക്കൊക്കെ പോകത്തുള്ളൂ. ചില കുഞ്ഞു പ്രാണികളൊക്കെ ഉണ്ടെന്നേ, അതൊക്കെ ചത്തുപോണെങ്കിൽ നമ്മൾ ചൂടുവെള്ളത്തിൽ തന്നെ കഴുകേണ്ടി വരും. അങ്ങനെ ഞാൻ കുറേ നേരം ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ട് അരിയിട്ട് തിളപ്പിച്ചെടുത്ത് ഞാൻ ഉടനെ റൈസ് കുക്കറിലാണ് ഇറക്കി വെക്കുന്നത്. റൈസ് കുക്കറിൽ വെച്ച് 1 മണിക്കൂറൊക്കെ ആയുമ്പോൾ എനിക്ക് ചോറ് വെത്ത് കിട്ടാറുണ്ട്. പിന്നെ ഒരു കവറ് തൈര് കൊണ്ടുവന്നായിരുന്നു എൻ്റെ കെട്ടിയവന്. പിന്നെ ഞാനത് മോര് കറിയാക്കി. തോരൻ തന്നെയായിട്ട് ആരും കഴിക്കത്തില്ലല്ലോ, പിന്നെ ഒഴിച്ച് കറി ഇല്ലാതെ എങ്ങനെ കഴിക്കാനാ? അപ്പം പിന്നെ ഒരു മോര് കറിയോടെ വെച്ച് പെട്ടെന്ന് ചടപടാന്ന്. ഗെയ്സ്, നിങ്ങൾ ഈ മോര് കറിക്ക് തേങ്ങ അരയ്ക്കാറുണ്ട് ഗെയ്സ്? ഞാൻ തേങ്ങയൊക്കെ അരച്ചാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്, എന്നാലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ്. എനിക്കിങ്ങനെ വെള്ളം പോലെ തന്നെ കിടക്കുന്ന ഇഷ്ടമല്ല, എനിക്ക് കുറച്ച് കൊഴുത്ത് കിടക്കുന്നതാണ് ഇഷ്ടം. ഗെയ്സ്, കടുക് പൊട്ടിക്കാനായിട്ട് ഞാൻ ചെറിയുള്ളിയാണ് ചേർത്തത്. എല്ലാവരും ചെറിയുള്ളി തന്നെ ചേർക്കുന്നത്, എനിക്ക് പിന്നെ ചെറിയുള്ളി ഇല്ലായിരുന്നു, പിന്നെ സവാള അരിഞ്ഞിട്ടതേ. അതാ ഞാൻ പറഞ്ഞത്, എല്ലാം ഒരു തട്ടിക്കൂട്ട് കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷെ ഉണ്ടാക്കി വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്നേ. ഇപ്പം നിങ്ങൾ പറയുമായിരിക്കും തന്നെ പറഞ്ഞാൽ മതിയോ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അല്ല ഗെയ്സ്, എൻ്റെ കെട്ടിയവൻ പറഞ്ഞായിരുന്നു, അവളെ ഇങ്ങനെ ഉണ്ടാക്കിയാലും തട്ടിക്കൂട്ടായിരിക്കും, പക്ഷേ ഉണ്ടാക്കി വരുമ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടെന്ന് പറയാറുണ്ട്. ഞാൻ പേടിപ്പിച്ച് പറയുന്നതല്ല കേട്ടോ, കാര്യമായിട്ട് പുള്ളി പറയുന്നതാ. ഗെയ്സ്, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ മോര് കറി വെക്കുന്നത്? എന്തെങ്കിലും വ്യത്യസ്തതയുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ, എനിക്കറിയത്തില്ല കേട്ടോ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം ഗെയ്സ്. ഈ വീഡിയോ കാണുന്ന പലരും എന്നെക്കാട്ടി നല്ലോണം കുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമെന്ന് എനിക്കറിയാം. ആരും കണ്ടിട്ട് എന്നെ കളിയാക്കല്ലേ ഗെയ്സ്. ഫൈനലി നമ്മുടെ മോര് കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അന്നക്കുട്ടി പറയുന്ന കേട്ടോ, ഇവളുടെ ഒരു കാര്യം. എൻ്റെ കള്ളിപ്പെണ്ണ്. കുക്കിങ്ങിനിടയിൽ ഇടയ്ക്ക് ചെന്ന് ഞാൻ തുണി കഴുകാനിട്ട് ഗെയ്സ്. കുറച്ച് തുണി ഉണ്ടായിരുന്നു കഴുകാനായിട്ട്. ഇന്നലെ കുറച്ച് ചൂടമീൻ കൊണ്ടുവന്നായിരുന്നു, അത് ഞാൻ പിന്നെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞളും ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് പുരട്ടി വെച്ചാൽ അത് പിന്നെ ഞാൻ വറുക്കാനിട്ട് ഗെയ്സ്. അങ്ങനെ ചടപെടാതെ ഞാൻ പെട്ടെന്ന് എൻ്റെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഗെയ്സ്. അങ്ങനെ ഒരു വിധത്തിൽ കഴിഞ്ഞെന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മുടെ തോരനും മീൻ വറുത്തതും മോരുകറിയൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് ഗെയ്സ്. പിന്നെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. എൻ്റെ പപ്പ ചോറ് കഴിക്കുന്നുണ്ടോ. പിന്നെ എൻ്റെ തൊമ്മിക്കുഞ്ഞ് അവിടെ ഹോംവർക്ക് ഉണ്ടായിരുന്നു അവൾക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മയെ ഞാൻ വന്ന് കഴിച്ചോളാമെന്ന് പറഞ്ഞു. ഇളയാൾ ചോറ് കഴിക്കുവാണ് ഗെയ്സ്. എൻ്റെ കുട്ടിക്ക് സെപ്പറേറ്റ് ഒരു പാത്രത്തിലൊക്കെ വിളമ്പി കൊടുത്തു, പക്ഷെ അവളിങ്ങനെ ഓടിച്ചാടി നടക്കുവാണ്. അവൾ കഴിച്ചിട്ട് പിന്നെ ഞാൻ അവൾക്ക് വാരി കൊടുത്തു ഗെയ്സ്. സത്യം പറഞ്ഞ എൻ്റെ കെട്ടിയും വിചാരിച്ചില്ല എത്തപ്പെട്ടത് ഫുഡൊക്കെ ആവുമെന്ന് വിചാരിച്ചില്ല, എല്ലാം താമസിച്ചില്ലേ കൊണ്ടുവന്നത്, അതുകൊണ്ട്. അങ്ങനെ എൻ്റെ തൊമ്മിക്കുഞ്ഞ് ഹോംവർക്കൊക്കെ ചെയ്തിട്ട് ഫുഡ് കഴിക്കുവാണ് ഗെയ്സ്. അങ്ങനെ ഞാനും പിള്ളേരും ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ്. അച്ചാച്ചനും ഞങ്ങളെല്ലാം അവിടെ ആയിരുന്നു ഇരുന്നത്, പക്ഷേ ഞാൻ കൊച്ചുങ്ങളുടെ കൂടെ പതുക്കെ ഇരുന്ന് കഴിക്കുമല്ലേ. അവർ പെട്ടെന്ന് കഴിക്കത്തൊന്നുമില്ലല്ലോ, പിള്ളേരല്ലേ, അവർ സമയമെടുത്താണ് ഗെയ്സ് കഴിക്കുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ പിള്ളേരെയും കഴിപ്പിച്ച് എല്ലാം കഴിഞ്ഞതേ. പിന്നെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, കഴിച്ച പാത്രവും പിന്നെ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് കഴുകി. പിന്നെ നമ്മുടെ വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ ഒന്ന് ലീക്ക് ആവുന്നുണ്ട് കേട്ടോ, അപ്പോൾ അവിടെ എല്ലാം വെള്ളമായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകി വിട്ടു. അല്ലെ പിന്നെ രാവിലെ വരുമ്പോഴത്തേക്ക് എല്ലാം ഈ മഴയും കൂടെ ആയതുകൊണ്ട് എല്ലാം അളിഞ്ഞു പൊളിഞ്ഞൊരു വല്ലാത്തൊരു അവസ്ഥയാവും ഗെയ്സ്. ഇത് നമ്മുടെ വർക്ക് ഏരിയയാണ് ഗെയ്സ്. അടുക്കളയപ്പം പെട്ടെന്ന് വൃത്തികേടൊന്നും ആവത്തില്ലല്ലോ, അപ്പോൾ ഇത് വർക്ക് ഏരിയ ആകുമ്പം കുഴപ്പമില്ല, നമുക്ക് കഴുകിയൊക്കെ വിടാമല്ലോ. പിന്നെ നമ്മുടെ അടുപ്പിൻ്റെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഗെയ്സ്. അല്ലെങ്കിൽ പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്ക് കുക്ക് ചെയ്യാൻ നമുക്കൊരു മൂടൊന്നും ഉണ്ടാകത്തില്ലല്ലോ. വൃത്തിയായിട്ട് കിടന്ന് കാണുമ്പോൾ നമുക്ക് വന്ന് രാവിലെ എണീക്കുമ്പോഴേ നേരെ ജോലി ചെയ്യാനായിട്ട് നമുക്ക് തോന്നും. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര മടിയായിരിക്കും, ഇതൊക്കെ കാളിഞ്ഞ് പൊളിഞ്ഞ് കിടന്ന് ഇതെല്ലാം കൂടെ ആദ്യം മുതലേ എല്ലാം ക്ലീൻ ചെയ്യാൻ നമുക്ക് ദേഷ്യം വരും. ഹലോ ഗെയ്സ്, അങ്ങനെ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞു ഗെയ്സ്. ക്ലീനിങ് എല്ലാം കഴിഞ്ഞു, പാത്രം കഴുകി കഴിച്ചു.
കാരണം രാവിലെ വിരിച്ചിടാൻ നിന്നിട്ടുണ്ടെങ്കിൽ സ്മെല്ലായിരിക്കും, പിന്നെ കഴുകിയത് വേസ്റ്റാവും. ആ പണിയുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടന്നുറങ്ങാം. അങ്ങനെ എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ, സീ യു.